കേരള മുഖ്യമന്ത്രിയും പി ആറും പി വി വേഴ്സസ് പി വി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, പിണറായി വിജയൻ വേഴ്സസ് പി വി അൻവർ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പി വി ആൻഡ് പി ആർ കയറി വന്നത്. അപ്പോൾ ഖൈസൻ എന്ന് പറഞ്ഞിട്ടുള്ള പി ആർ ഏജൻസി എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇങ്ങനത്തെ പത്രസമ്മേളനങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ന്യൂസിന് കൊടുക്കുന്നൊരു ഡിബേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ഇവരെന്തിന് പ്ലാൻ ചെയ്യുന്നു, ഇവരുടെ കൈ എന്താണ്, ഇവരുടെ എക്സിക്യൂഷൻ പാർട്ട് എവിടെ വരുന്നു, ഇവരാര് ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് സംസാരിക്കണമെങ്കിൽ, പത്രമാധ്യമങ്ങളോട് സംസാരിക്കണമെങ്കിൽ എന്തിനാണ് ഒരു മൾട്ടിനാഷണൽ പി ആർ കമ്പനി എന്നുള്ള ചോദ്യമൊക്കെയാണ്. ഈ കാലത്ത് ഞാനൊരു കാര്യം പറയാം, പി ആർ എന്ന് പറയുന്നത് ഭയങ്കര വൈറ്റൽ ഫാക്ടറാണ്. ഓക്കെ, പി ആർ ഉണ്ടെങ്കിൽ മാത്രം നിലനിന്ന് പോകുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അത് സിനിമയാണെങ്കിലും സ്പോർട്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏത് ബിസിനസ് ആണെങ്കിൽ പോലും പി ആർ വേണം. പി ആർ ഒരു പരിധി വരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ അവർ പ്ലാനുകളിടും. അതിനൊരു കാശും പ്ലാൻ ഇടും, നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ പി ആർ ആവുന്ന ഒരുതരം സിറ്റുവേഷനും വരാറുണ്ട്. അതൊക്കെ റെയർ ഫാക്ടേഴ്സാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ പി ആർ ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഇപ്പോഴത്തെ രാഷ്ട്രീയമാണെങ്കിലും പി ആർ ആണ് പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, ഇനി മെയിൻ കാര്യത്തിലേക്ക് വരാം. മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. 11 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ. 11 മണി ആയിട്ടില്ല. വാർത്താ സമ്മേളനം നടന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മേ ബി ഈ ഒരു വീഡിയോ വരാൻ പോകുന്നത്. സോ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് തോന്നുന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ പറയാം. കേരളത്തിലെ മുഖ്യമന്ത്രി കുറച്ച് കാലം മുന്നേ വരെ മൂപ്പരെ ചിന്ത, മൂപ്പരുടെ തോട്ട്, മൂപ്പരുടെ പാർട്ടിയിലുള്ളവരുടെ തോട്ടും കാര്യങ്ങളും അവരുടെ അതിൽ അങ്ങനെയാണ് കൃത്യമായി മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ എവിടെയോ മുഖ്യമന്ത്രി കുറച്ച് ആളുകളിലേക്ക് മാത്രം മൂപ്പരുടെ സംസാരവും മൂപ്പരുടെ ഐഡിയാസും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ ചുരുക്കി കൊണ്ടുവന്നു. അത് മുഖ്യമന്ത്രിയുടെ താഴെ ഉള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ്, അതിലുള്ള കുറച്ച് പേരാണ്. അവരുടെ ഐഡിയാസ് പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ എടുത്ത് നാട്ടുകാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും നടപ്പാക്കാനും ഒക്കെ തുടങ്ങി. അവരെല്ലാവരും കൂടി ചേർന്ന് മുഖ്യമന്ത്രിക്കിട്ട് പണിഞ്ഞു. സംഘപരിവാറിൻ്റെ ഒരുതരം കോക്കസ്, മുഖ്യമന്ത്രി വിശ്വസിച്ച ആളുകൾ, ഇത് സംഘപരിവാറിൻ്റെ കോക്കസിൽപ്പെട്ടവരായിരിക്കാം. ആണെന്നൊന്നും നമുക്ക് ഇരുന്ന് പറയാൻ മാത്രം. ഇപ്പോൾ പി വി അൻവറിന് തെളിവടക്കം പറയാൻ പറ്റും. നമുക്ക് സംസാരിക്കുമ്പോൾ ഈ ന്യൂസിൽ വന്നതും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ കാര്യം വെച്ചല്ലേ സംസാരിക്കാൻ പറ്റും. എൻ്റെ ഒരു ധാരണയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലീഡർ പിണറായി വിജയൻ സഖാവിന് പാർട്ടിയിലുള്ളവരും പാർട്ടിക്കാരുമായിട്ടുള്ള ആളുകളേക്കാൾ കൂടുതൽ ഇപ്പോൾ വിശ്വാസമുള്ളത് ഉദ്യോഗസ്ഥരെയാണ്. എന്താ വെരി അൺഫോർച്ചുനേറ്റ് തിങ്, ഈ ഉദ്യോഗസ്ഥരിൽ പലരും സംഘപരിവാറിനായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ആളുകളോ ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ ഇവർ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അത് മനസ്സിലാക്കിയ മുഖ്യമന്ത്രിക്ക് ഇനിയിപ്പോൾ വേറെ വഴിയില്ല, പെട്ടുപോയി. പിന്നെ ഈ നാട്ടുകാരെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മൂപ്പരെന്ത് പറയും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇനി കമ്മിങ് ടു ദ മെയിൻ പോയിൻറ്റ്. ഹിന്ദു ന്യൂസ് പേപ്പറിൽ മലപ്പുറത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെഴുതിയ പരാമർശം ഈ പറഞ്ഞ ഖൈസൻ എന്ന് പറഞ്ഞ പി ആർ കമ്പനി എഴുതി കൊടുത്തതാണ് ഇവരുടെ റിപ്പോർട്ടർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഇരിക്കുന്നത്. ആ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നൊരു ക്ലാരിഫിക്കേഷൻ, ഇത് മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ്, നിങ്ങളെങ്ങനെ എഴുതി പിടിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഹിന്ദു കൊടുത്ത റിപ്ലൈൻ്റെ അകത്താണ് മെയിൻ സംഗതി കിടക്കുന്നത്. പി ആർ ഏജൻസി ഖൈസൻ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അവർ ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂഡ് ദ CM അറ്റ് കേരള ഹൗസ് അറ്റ് 9th on September 9 AM on September 29. കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ സൈഡ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ പോയതാണ്. ഓക്കെ, വെർ 2 representatives of the PR agency were also present along with the CMൻ്റെ കൂടെ PR ഏജൻസിയുടെ 2 പേർ. The interview lasted around 30 minutes. Subsequently, on the PR representatives' request for the inclusion details regarding gold smuggling and Hawala transaction,
which he said were originally made at a press conference by the CM. ഇതിന് മുമ്പ് നടത്തിയൊരു പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ സ്മഗ്ലിങ്ങിനെ കുറിച്ചിട്ടും ഗോൾഡും ഹവാലയും സാധനങ്ങളൊക്കെ. ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ ഈ PR ഏജൻസീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കൈസൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറോട് പറഞ്ഞത്. 30 മിനിറ്റാണ് ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഇവരുടെ എക്സ്പ്ലനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. കുറേ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ PR ഏജൻസി മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ എന്തിനാണ് വേറെ പത്രങ്ങളെയും ചാനലുകളെയും അപ്രോച്ച് ചെയ്യുന്നത്? മുഖ്യമന്ത്രിക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മൂപ്പരുടെ ഓഫീസിൽ തന്നെ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുകയാണ്. എല്ലാവരെയും അറിയുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഓൾമോസ്റ്റ് എല്ലാ മീഡിയാസിനെയും അറിയുമായിരിക്കും. അവർ പറയുകയാണ് നമുക്ക് ഇന്ന ചാനലുകളെ വിളിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു ബൈറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വരാത്തവരൊന്നും അല്ലല്ലോ. PR ഏജൻസി ത്രൂ എന്തിനു പോകുന്നു? അപ്പോൾ PR ഏജൻസി ത്രൂ പോകുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഒരിക്കലും PR ഏജൻസി ചെന്നിട്ട് എവിടെയും ആരും പിച്ച് ചെയ്യില്ല. അങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൃത്യമായി അറിയിച്ചിരിക്കണം. ഞങ്ങൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് 2-3 ഇതാണ് PR-ൻ്റെ ഒരു മെയിൻ സാധനം. മനസ്സിലായോ? ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ സെറ്റ് ചെയ്ത സാധനത്തിനകത്തുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അതും മെയിൻ കാര്യമാണ്. PR ഏജൻസി ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് ചോദിക്കണം എന്നുള്ളത് PR ഏജൻസി ഓൾറെഡി ഒരു ചാനലിനോ അല്ലെങ്കിൽ ഒരു പത്രത്തിനോ ആദ്യം ഇട്ട് കൊടുക്കും. മനസ്സിലായോ? അതിനുള്ള ഉത്തരങ്ങളും മുഖ്യമന്ത്രിക്ക് ഇവർ തന്നെ പറഞ്ഞു കൊടുക്കും. ഇത് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് PR ഏജൻസി അവിടെ വന്നിരിക്കുന്നത്. 2 പേര് അവിടെ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റപ്പാണ്. പേപ്പറിൽ വരുന്ന റൈറ്റിംഗ് ആ സ്കീമിലാണ് ഈ സാധനം. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യും. കാരണം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഒരാൾ വന്നു. ആ ആൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എല്ലാം എഴുതുമ്പോൾ അയാൾക്ക് ചിലത് മാറിപ്പോവും. ഭയങ്കര പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഒന്നും എഴുതില്ല, പോയിന്റ് മാത്രം നോട്ട് ചെയ്യും. സൈഡിൽ ഇവരൊരു ഡിജിറ്റൽ റെക്കോർഡർ, ഓക്കെ, അത് വോയിസ് റെക്കോർഡർ ആയിരിക്കാം, വീഡിയോ റെക്കോർഡർ ആയിരിക്കാം, അത് അവരുടെ ഇരിക്കുന്നവരുടെ കൺവീനിയൻസ് പോലെയാണ്. പക്ഷേ എന്താണെങ്കിലും ഒരു വോയിസ് റെക്കോർഡർ, ഡിജിറ്റൽ വോയിസ് റെക്കോർഡർ അവരവിടെ വയ്ക്കും. ഈ ഡിജിറ്റൽ വോയിസ് റെക്കോർഡർ അവർ വെക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് ഇത് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോയി അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ വീട്ടിലേക്ക് പോയി ഇത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഈ സാധനം പ്രിപ്പയർ ചെയ്യണമല്ലോ. ഇത് കംപ്ലീറ്റ് ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവർ ഈ ഇൻ്റർവ്യൂ കേൾക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ, ഇവർ ചോദിച്ച ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇതിനൊരു ഡിജിറ്റൽ സാധനം അവർ കീപ്പ് ചെയ്യും. ഈ ഡിജിറ്റൽ സാധനത്തിനകത്ത് മുഖ്യമന്ത്രി മലപ്പുറത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയണമെന്നാണ് PV അൻവർ ന്യൂസിൽ വന്നിരുന്നിട്ട് വെല്ലുവിളിച്ചത്. ഓക്കെ, അപ്പോൾ മുഖ്യമന്ത്രി കൊടുത്ത 30 മിനിറ്റ് ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്ന 2 PR ഏജൻസി റെപ്രസെൻറ്റുകൾ, PR-നെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന 2 വ്യക്തികൾ എന്ത് മേക്ക് ഷുവർ ചെയ്യാനാണ് അവരവിടെ വന്നിരുന്നത്? അവർ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണോ ഹിന്ദു ചോദിക്കുന്നത് എന്നും അവർ മുഖ്യമന്ത്രി കൊടുക്കണം എന്ന് പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്ത ആൻസേഴ്സ് തന്നെയാണോ കൊടുത്തത് എന്നുള്ളതും ഒക്കെ മോണിറ്റർ ചെയ്യാനാണ് ഈ 2 വ്യക്തികൾ അവിടെ വന്നിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തോ മിസ്സായപ്പോൾ അവരത് ആഡ് ഓൺ ചെയ്തു. അത് ആഡ് ഓൺ ചെയ്തത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി ഇതിനു മുമ്പ് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ മലപ്പുറത്തിനെക്കുറിച്ചും ഗോൾഡിനെ കുറിച്ചിട്ടും ഹവാലയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇത് ആഡ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദു കൺവിൻസ്ഡ് ആവാൻ കാരണം എന്തായിരിക്കും? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവരെന്താണെങ്കിലും PR ഓഫീസും തമ്മിൽ ബന്ധം കാണൂടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതൊന്നും PR ഇൻവോൾവ് ആവില്ല. ഇപ്പോൾ ഹിന്ദു നോക്കുമ്പോൾ എന്താ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു PR. ഈ PR-നെ ആര് ഫണ്ട് ചെയ്യുന്നു? പൊതുഖജനാവിൽ നിന്നാണോ പൈസ പോകുന്നത്? അത് മുഖ്യമന്ത്രി നേരിട്ട് വെച്ച PR ആണോ? ഈ PR മുഖ്യമന്ത്രിക്ക് മാത്രമാണോ ഉള്ളത്? ഈ PR ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഈ PR എന്ന് പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് കമ്മ്യൂണിസ്റ്റ് നേതാവിന് മാത്രമൊന്നും ആയിരിക്കില്ല അവർ PR വർക്ക് ചെയ്യുന്നത്. അവരപ്പുറത്ത് സംഖ്യകൾക്ക് ചെയ്യുന്നുണ്ടാവും, കുങ്ങികൾക്ക് ചെയ്യുന്നുണ്ടാവും, അവരാർക്കും ചെയ്യും. കാശ് കിട്ടിയവരാർക്കും PR വർക്ക് അടിക്കും. അപ്പോൾ ഈ PR കമ്പനിയുടെ ബേസിക് ആയിട്ട് ഇവർ ആർക്കൊക്കെ വേണ്ടി PR ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും കൃത്യമായ അന്വേഷണം ഇവിടെ വേണം. മുഖ്യമന്ത്രിക്ക് എന്തിന് PR എന്ന ചോദ്യം CPM ഉയർത്തുമ്പോൾ ടോപ്പ് ക്ലയന്റിന്റെ അഭിമുഖവേളയിൽ സാന്നിധ്യം അറിയിച്ചത് കൈസൻ ഗ്രൂപ്പിന്റെ CEO വിനീത് ഹാൻഡെ. അഭിമുഖത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്ത ഹാൻഡേക്കൊപ്പം ഉണ്ടായിരുന്നത് പൊളിറ്റിക്കൽ വിങ്ങിൽ ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന TD സുബ്രഹ്മണ്യനും. സുബ്രഹ്മണ്യനാണ് അഭിമുഖത്തിൽ ചേർക്കേണ്ട കൂടുതൽ വിവരങ്ങൾ, അതായത് മലപ്പുറത്തെ സ്വർണ്ണക്കട്ടത്തിൻ്റെതടക്കം വിശദാംശങ്ങൾ ലേഖികയ്ക്ക് കൈമാറിയത്. അഭിമുഖത്തിൽ പറയാൻ വിട്ടുപോയതാണെന്നും ഈ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞതായാണ് വിവരം. റിലയൻസ് കമ്പനിയിൽ ജോലി നോക്കുന്ന സുബ്രഹ്മണ്യൻ കൈസന്റെ ഇത്തരം പ്രോജക്ടുകളുമായി സഹകരിക്കാറുണ്ടെന്നാണ് വിശദീകരണം. ഞാൻ പ്രൊജക്ടുകളിൽ അസോസിയേറ്റ് ചെയ്യാറുണ്ട് ആളുകൾ.
ആ ഞാൻ ഹാ ഹാ ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കോർപ്പറേറ്റ് ഫേമിൽ എംപ്ലോയി ആണ്. ഞാൻ കൈസനുമായിട്ട് എനിക്ക് അങ്ങനത്തെ ജോബ് റിലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്ത് പല ഏജൻസീസും ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. കൈസന്റെ 75% ഓഹരിയുള്ള കമ്പനിക്ക് റിലയൻസുമായി ബന്ധമുണ്ട്. സുബ്രഹ്മണ്യന്റെ ഇടപെടലിന് ഇതും കാരണമാണ്. ദ ഹിന്ദുവിന് പുറമെ മറ്റ് 2 പത്രങ്ങളെയും ഇതേ ഏജൻസി അഭിമുഖത്തിന് സമീപിച്ചിരുന്നു. ദില്ലിയിലോ കേരളത്തിലോ അവസരമൊരുക്കാമെന്നായിരുന്നു അറിയിച്ചത്. ഹിന്ദുവിന്റെ അഭിമുഖം വിവാദമായതോടെ ഓൺലൈനിൽ തിരുത്തണമെന്നാണ് ഏജൻസി മുഖേന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ദ ഹിന്ദു അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് പ്രസ് സെക്രട്ടറി കുറിപ്പ് നൽകിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പിണറായിക്കായി ഏജൻസികൾ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു. കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നാണ് കൈസൻ ഗ്രൂപ്പിന്റെ മറുപടി. കരാറിലേതടക്കമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത കൈസൻ സർക്കാർ വിശദീകരിക്കട്ടെ എന്നാണ് നിലപാടെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് PR ഏജൻസി റിലേറ്റഡ് ആയിട്ട് ഇവിടുത്തെ ന്യൂസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ സെല്ല് കണ്ടുപിടിച്ച കാര്യം. വെരി ക്ലിയർ ആൻഡ് എവിഡൻ്റ് ആണ്. ഈ പറഞ്ഞ PR ഗ്രൂപ്പിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും ക്ലിയർ ആയിട്ട് എന്തോ ഡീലുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ പോകണം. മുഖ്യമന്ത്രി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സ്വന്തം പാർട്ടിയിലുള്ള ആളുകളുടെ വാക്കുകൾ പോലും കേൾക്കാതെ മുഖ്യമന്ത്രിയുടെ ബ്രെയിനിൽ വരെ ഓടിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ. ഓക്കെ, ADGP ആവാം, പൊളിറ്റിക്കൽ സെക്രട്ടറി ആവാം, ഹൂവർ, PV അൻവർ പറഞ്ഞ പോലെ ഇതിലാരും ആവാം. ഇവർക്ക് എന്തെങ്കിലും ഒരു ഗൂഢമായ താല്പര്യം, ഈ സംഘപരിവാർ താല്പര്യമുണ്ടോ? അവരാണോ ഈ PR ഏജൻസിയെ മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? ഇവരെല്ലാവരും കൂടിയും ചേർന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലൂടെ കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാക്കാനും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഉപയോഗിച്ച് സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഇവിടെ നടപ്പാക്കാനും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കൃത്യമായ അന്വേഷണം വേണ്ടത്. കാരണം ഈ PR ഏജൻസി ഇതിനു മുമ്പും പല പത്രക്കുറിപ്പുകൾ ഇറക്കിയിട്ടുണ്ട് ഇതേ മലപ്പുറത്തിനെ ടാർഗറ്റ് ചെയ്തിട്ട്. എന്നാണ് പല ന്യൂസുകാർക്കും വാട്സാപ്പിലടക്കം ഇവർ അയച്ചു കൊടുത്തു എന്നുള്ള വിവരം ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ PR ഏജൻസിയുടെ അജണ്ട? എന്താണ് ഇവരുടെ ആവശ്യം? മലബാർ ഏരിയനെ, മലപ്പുറത്തിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് സംഘപരിവാർ പറയുന്നത് പോലെ മലബാറിലും മലപ്പുറത്തും ഈ ഏരിയകളിലൊക്കെ ഹവാലയും ഗോൾഡും സ്മഗ്ലിങ്ങും നടക്കുന്ന എന്തോ ഒരു അതിഭീകരമായ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നാഷണലി പറഞ്ഞു വരത്തലാണോ? അതിനുവേണ്ടി മുഖ്യമന്ത്രി ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചു. മുഖ്യമന്ത്രി ഇവരിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം മുതലെടുത്തോ എന്നുള്ള കാര്യമൊക്കെയാണ് ആദ്യം നമ്മൾ ഇവിടെ അന്വേഷിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇവർക്കിത് സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, PR ഏജൻസി പോയിട്ട് ഹിന്ദു പോലത്തെ ഒരു പേപ്പറിനോട് പറയുകയാണ് മുഖ്യമന്ത്രി ഇതിനു മുമ്പ് മലപ്പുറത്തിനെ പറഞ്ഞിട്ട് പരാമർശിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കുക എന്തെങ്കിലും വേണ്ടേ? 2024 9 മാസം 21 മുഖ്യമന്ത്രി നടത്തിയ പ്രസ് മീറ്റിൽ ഈ സ്മഗ്ലിങ്ങിനെ കുറിച്ചിട്ടും ഹവാലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ മലപ്പുറത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം, ഹവാല പണം, അതിൻ്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ്. 2022 98 കേസുകളിലായി 79.9 കിലോഗ്രാം സ്വർണം, 23 61 കേസുകളിൽ 48.7 കിലോഗ്രാം സ്വർണം. ഈ വർഷം 26 കേസുകളിലായി 18.1 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി, 87 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്. അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല. മുഖ്യമന്ത്രി ഇവിടെ നോക്കിയാണ് വായിക്കുന്നത്. ശ്രദ്ധിച്ചില്ലേ? നോക്കി വായിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി ഇത് നോക്കി വായിക്കുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രി വായിക്കുന്നത്. പത്രമാധ്യമങ്ങളുടെ മുന്നിലാണ് ഇരിക്കുന്നത്. 2 പോസിബിലിറ്റി ഉണ്ടാവാം. ഒന്ന്, മുഖ്യമന്ത്രി ഇത് വരുന്നതിന് മുമ്പ് കണ്ട് വായിച്ചിരിക്കാം. ഓക്കെ, ശരിക്കും അങ്ങനെയാണ്. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും വായിച്ച് കേൾപ്പിച്ചിരിക്കാം. ഇന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ച് മുഖ്യമന്ത്രി വായിക്കേണ്ടത്. പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട് ഇതാണ്, കണക്കുകൾ ഇതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ചിലപ്പോൾ ഒന്നും നോക്കാതെ ഇവരൊക്കെ വിശ്വസിച്ചിട്ട്
പത്രസമ്മേളനത്തിൽ നിങ്ങൾ ആ പേപ്പർ ഇതാ അവരെ ചോദ്യം വരുന്നതിൻ്റെ മുമ്പേ നാട്ടിൽ നിന്ന് പിടിച്ച സ്വർണത്തിൻ്റെയും ഹവാല പണമിടപാടിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ സാധനം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ഞാനിത് നോക്കി വായിക്കാൻ തന്നെ വായിച്ചതായിരിക്കും. എന്താണെങ്കിലും ഈ പേപ്പറിനടുത്ത് എഴുതി വെച്ചതാണ് മുഖ്യമന്ത്രി വായിച്ചത്. അതിനകത്ത് കൃത്യമായി മലപ്പുറത്ത് നിന്ന് ഇത്ര പിടിച്ചു, മലപ്പുറത്ത് നിന്ന് ഇത്ര പിടിച്ചു, മലപ്പുറം എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. ഇത് 21/9/2024 ഈ പ്രസ് മീറ്റ് അന്ന് എഴുതി വെച്ചതാണ് ഇങ്ങനെ വായിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് കൈസൻ ഹിന്ദുവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയത്. മുഖ്യമന്ത്രി ഇതിനു മുമ്പ് പ്രസ് മീറ്റിൽ മലപ്പുറത്ത് നിന്ന് ഇത്ര സ്വർണം പിടിച്ചു എന്നും ഇത്ര ഹവാല പണം പിടിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതാ ഹിന്ദു എന്ത് ചെയ്യും? കൺവിൻസ്ഡ് ആവും. പറയുന്നത് ആരാ? PR ഏജൻസി. ഈ PR ഏജൻസി എന്താ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞ PR ഏജൻസി ഏത്? അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൺവിൻസിങ് സ്റ്റാർ എന്നുള്ളത് ശരിക്കും ഇവിടെ ഈ PR ഏജൻസിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ്. കാരണം ഇപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ റിപ്പോർട്ടറിലൊരു ബ്രേക്കിംഗ് കണ്ടു. ഈ മലപ്പുറത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, മലപ്പുറത്തിനെ കുറിച്ചിട്ട് ഹവാല, സ്വർണം, സ്മഗ്ലിങ്, ഈ കാര്യങ്ങളൊക്കെ PR ഏജൻസിയിലേക്ക് എത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫാണ്. ആരാന്നില്ല, സ്റ്റാഫാണ്. 1-2 പേരാണത് എത്തിച്ചതെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ വിവരങ്ങളാണ് ഇടനിലക്കാരായി PR ഏജൻസി ഇപ്പോൾ ദ ഹിന്ദു ദിനപത്രം ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 പ്രമുഖ വ്യക്തികളാണ് ഈ വിവരങ്ങൾ PR ഏജൻസിക്ക് കൈമാറിയത്. ഒരാൾ വിവരങ്ങൾ നൽകി, മറ്റൊരാൾ അത് ഇംഗ്ലീഷിൽ എഴുതി അത് PR ഏജൻസിക്ക് അയച്ചു കൊടുത്തു. PR ഏജൻസി അത് ദ ഹിന്ദു ദിനപത്രത്തിന് നൽകി. ഇതുകൂടാതെ സെപ്റ്റംബർ 13 ദേശീയ മാധ്യമങ്ങൾക്ക് ഈ PR ഏജൻസി റിലീസുകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചും അതുപോലെ തന്നെ ഹവാല ഇടപാട് സംബന്ധിച്ചും മലപ്പുറം ജില്ലയെ മുദ്ര കുത്തിക്കൊണ്ടാണ് ഈ റിലീസ് വന്നിരിക്കുന്നത്. ഏതായാലും ഇതിലേക്കുള്ള ഇൻപുട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന വിവരമാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. സെപ്റ്റംബർ 21 നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിൽ വരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താൽപ്പര്യമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ PR ഏജൻസിക്ക് കൊടുത്തത്. അത് മറ്റൊരു ഉദ്യോഗസ്ഥൻ തർജ്ജിമ ചെയ്തുകൂടി ഈ PR ഏജൻസിക്ക് കൊടുത്തു. PR ഏജൻസി അത് മാധ്യമങ്ങൾ ഹിന്ദുവിന് കൊടുത്തു. ഏതായാലും അൻവർ വിവാദം കൊടുമ്പിരി കൊണ്ടതിന് ശേഷമാണ് ഏതായാലും ദില്ലിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റിലീസുകളും ഇത്തരത്തിലുള്ള അറിയിപ്പുകളും ഒക്കെ തന്നെ നൽകിയത്. കേസനാണ് ഇത് പല മാധ്യമ പ്രവർത്തകർക്കും അയച്ചു കൊടുത്തത്. വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. ഏതായാലും ഈ റിലീസുകളിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി എഴുതിയതാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിൽ പോലും കഴിഞ്ഞ എത്രയോ കാലമായി BJP ഉയർത്തുന്ന പല ആരോപണങ്ങളും അതേ രീതിയിൽ ഈ റിലീസിൽ ആവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച്, മലബാർ മേഖലയെ കേന്ദ്രീകരിച്ച് ആ മേഖലയിൽ വലിയ കള്ളക്കടത്ത് നടക്കുന്നു, ഹവാല ഇടപാട് നടക്കുന്നു. അങ്ങനെ വരുന്ന വലിയ പണത്തിൻ്റെ ഒഴുക്ക് അത് നിരോധിത സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുകൂല ഘടകമായി മാറുന്നു. കേരളത്തിലും വിദേശത്തും UAE കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. സർക്കാരിനെ ദുർബലപ്പെടുത്താൻ, മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താനൊക്കെ തന്നെ ഇവർ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് ഈ സെപ്റ്റംബർ 13 മാധ്യമങ്ങൾക്ക് നൽകിയ വിതരണം ചെയ്ത ഈ റിലീസിലൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് അതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു ഭാഗം തന്നെയാണ് ഹിന്ദുവിൻ്റെ അഭിമുഖത്തിലും വന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു, ആര് നൽകി എന്നൊക്കെയാണ് ഇതുവരെ ഉയർന്ന ചോദ്യമെങ്കിൽ അത് എവിടെ നിന്ന് വന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഏതായാലും നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് മലയാളികളായ നമ്മൾ എന്ത് മനസ്സിലാക്കണം? PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ട്രാപ്പിലാണ്, മുഖ്യമന്ത്രി പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ കൂടെ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഇപ്പോൾ ഒപ്പം കൂട്ടിയിട്ടുള്ള കുറച്ച് പേരാണ്. അവരുടെ പേരൊക്കെ PV അൻവർ വിളിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സ്വന്തം പാർട്ടിക്കകത്തുള്ള ബുദ്ധിജീവികളുടെ വാക്ക് പോലും പിണറായി വിജയൻ സഖാവ് കേൾക്കുന്നില്ല. കാരണം ആ രീതിയിൽ പിണറായി വിജയൻ സഖാവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് വെക്കാൻ ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ താല്പര്യം എന്താ, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ ലോബിയുടെ താല്പര്യം എന്താണ്? അതാണ് ഫസ്റ്റ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. ഇത് ക്ലിയറാണ്. റിപ്പോർട്ടർ കൊടുത്ത ഈ ന്യൂസ് 100% ശരിയാണെങ്കിൽ
മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏത് സ്റ്റാഫിനാണ് ഇത്ര താല്പര്യമുള്ളത്? പി വി അൻവർ ഓൾറെഡി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വിരൽ ചൂണ്ടി പറയുന്നുണ്ട്, ശരിയല്ല അവിടെ ഉള്ളവർ. അപ്പോൾ പി വി അൻവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജോയിൻ ചെയ്ത് വായിക്കുമ്പോൾ നമ്മളെ നാട്ടിലെ മുഖ്യമന്ത്രിയെ നൈസായിട്ട് ഉപയോഗിച്ച് സംഘപരിവാറിൻ്റെ അജണ്ടകൾ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് മലപ്പുറം ജില്ലയിലേക്ക് ഫോക്കസ് ചെയ്യിച്ച് കൊണ്ടുവന്ന് പൊട്ടിക്കാൻ നോക്കി. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും? വർഗീയത, വെറും മറ്റേ തല്ലായിരിക്കും ഇവിടെ നടക്കല്ലേ. അപ്പം ഈ സംഗതി ചീറ്റിപ്പോയി. പി വി അൻവർ ആദ്യം തുടക്കം ഇട്ടു, പിന്നെ അത് കയ്യിൽ നിന്ന് പോയത് ഈ ഒരു PR സാധനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര വെൽ പ്ലാൻഡ് എക്സിക്യൂഷൻ ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ PR ഏജൻസിക്ക് ഇന്ന ദിവസത്തിൽ പറഞ്ഞ വാർത്താ കുറിപ്പിലെ കാര്യങ്ങൾ ഇന്ന ദിവസം മീഡിയനെ അഡ്രസ്സ് ചെയ്ത് മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ദ ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് വരണം എന്നുള്ളത് അവരെ അറിയിച്ചത് മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് എന്നാണ് റിപ്പോർട്ടർ ചാനൽ പറയുന്നത്. ഓക്കെ, നാളെ ഇത് മാറാം. ഞാൻ വീണ്ടും പറയുന്നു, നാളെ ഈ റിപ്പോർട്ടർ ചാനൽ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതിൽ തെറ്റ് സംഭവിക്കാം. ഞാൻ ഇപ്പോൾ പറയുന്നത് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഈ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ കരുനീക്കങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രിയെ കരുവാക്കി വെച്ചുകൊണ്ട് വേറെ പലരും കളിക്കുന്നു. സംഘപരിവാർ അജണ്ടകൾ കൃത്യമായിട്ട് മലബാർ ഏരിയയിലേക്ക്, അതും പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് സംഘപരിവാർ അജണ്ട കുത്തിവെക്കാൻ നോക്കുന്നു. ഇത് ദയവ് ചെയ്ത് മലപ്പുറത്തുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്. നമുക്ക് അത്രയും മതസൗഹാർദ്ദം, നമ്മൾ അത്രയും അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള വേർതിരിവൊന്നും നമുക്കില്ല. നമ്മൾ വളരെ അടിപൊളിയായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ലോകത്തിന് മുന്നിലും ഈ രാജ്യത്തിന് മുന്നിലും നമ്മളെന്തോ വലിയ കുറ്റവാളികളാണെന്നുള്ളത് കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിയെ ഷാഡോ ആക്കി വെച്ചുകൊണ്ട് ഇവിടെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പി വി അൻവറിനെ പോലെ ഒരാൾ പുറത്ത് വന്ന് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളാണ് ടാർഗറ്റ്. ഇവിടെ ഈ മണ്ണാണ് അവർക്ക് പൊളിക്കേണ്ടത്, നമ്മുടെ ഐക്യമാണ് അവർക്ക് ഇല്ലാതാക്കേണ്ടത്. അങ്ങനെ ഒരു സംഘപരിവാർ അജണ്ട മലപ്പുറത്തിൻ്റെ മണ്ണിൽ നടപ്പിലാക്കാൻ നമ്മൾ സമ്മതിക്കരുത്.